ആർദ്ര മിഷൻ്റെ ഭാഗമായി അപ്ഗ്രേഡ് ചെയ്ത ഉടുമ്പൻചോല കുടുംബാരോഗ്യ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഉടുമ്പൻചോല ടൗണിൽ തന്നെ പൂപ്പാറ റൂട്ടിലാണ്. ഉടുമ്പൻചോല കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് ഫസ്റ്റ് നമ്മൾ കയറി ചെല്ലുമ്പോൾ കാണുന്നത് ഒരു കാർ പാർക്കിംഗ് ഏരിയയാണ്. ഈ പാർക്കിംഗ് ഏരിയയിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ആംബുലൻസിൻ്റെ ഷട്ടറും റൈറ്റ് സൈഡിലായിട്ട് ഗ്രീനറിയും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സെൻട്രൽ പോയിന്റിലൂടെ കടന്നു വരുന്ന റിസപ്ഷനിലേക്കാണ്. റിസപ്ഷനിൽ ക്യൂ നിൽക്കുന്നതിനുള്ള സ്ഥലം സെറ്റ് ചെയ്തിട്ടുണ്ട്. വിസിറ്റേഴ്സ് ലോഞ്ച് ഉണ്ട്. ഇവിടെ ചീട്ടെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ മൂവ് ചെയ്യുന്നത് പ്രീ ചെക്കപ്പ് റൂമിലാണ്. പ്രീ ചെക്കപ്പ് റൂമിൽ പേഷ്യൻറ്റിൻ്റെ പൾസ്, ടെമ്പറേച്ചർ, BP, SpO2, ഹൈറ്റ്, വെയ്റ്റ് ഇവ മോണിറ്റർ ചെയ്യുന്നു. അതിനുശേഷം സിസ്റ്റത്തിൽ എൻട്രി ചെയ്ത് വിടുന്നതനുസരിച്ച് പേഷ്യൻ്റ് മുന്നോട്ട് മൂവ് ചെയ്യുന്നു. അതോടൊപ്പം ECG എടുക്കുന്നതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു റൂം പോലെ കട്ടനിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെയാണ് ഇൻഫൻറ്റോമീറ്റർ, കുഞ്ഞുങ്ങളുടെ വെയിറ്റ് നോക്കുന്നതിനുള്ള മെഷീനും സെറ്റ് ചെയ്തിരിക്കുന്നത്. OP ടിക്കറ്റ് എടുത്ത എല്ലാ രോഗികളും ഇവിടെ വന്ന് കൃത്യമായി പ്രീ ചെക്കപ്പ് നടത്തിയതിന് ശേഷം മാത്രമാണ് OPയിൽ ഡോക്ടേഴ്സ് കൺസൾട്ടേഷന് വേണ്ടി മൂവ് ചെയ്യുന്നത്. ഇനി ഇവിടെ പ്രീ ചെക്കപ്പ് കഴിഞ്ഞ പേഷ്യൻസ് ഇവിടെ ക്യൂ ആയി നിൽക്കുന്നു. ശേഷം കൗണ്ടറിൽ ടോക്കൺ വിളിക്കുന്നതനുസരിച്ച് 2 OPയിലും മാറി മാറി ക്യൂവിൽ നിന്ന് എൻ്റർ ചെയ്യുന്നു. OP1 ഉണ്ട്, OP2 ഉണ്ട്. ഇവിടെ കാണുന്നത് ഒരുപാട് അക്രഡിറ്റേഷൻ, ക്വാളിറ്റി അഷ്വറൻസിൻ്റെ സർട്ടിഫിക്കറ്റ്സ് ആണ്. അതായത് ഉടുമ്പൻചോല കുടുംബാരോഗ്യ കേന്ദ്രത്തിന് നിലവിൽ നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യുന്നൊരു സ്ഥാപനം എന്നുള്ള അക്രഡിറ്റേഷൻ നൽകിയിട്ടുണ്ട്. ഇൻ്റർനാഷണൽ റെക്കഗ്നീഷനാണ്, അക്രഡിറ്റഡ് ബൈ ദ ഇൻ്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ. അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് ഫാമിലി വെൽഫെയർ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ലോഞ്ച് ചെയ്തിട്ടുള്ള കായകൽപ്പ അവാർഡും നമ്മുടെ ഫാമിലി ഹെൽത്ത് സെൻറ്റർ ഉടുമ്പൻചോല ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് റൈറ്റ് സൈഡിൽ കാണുന്നത് പ്രൊസീജിയർ റൂമാണ്. പ്രൊസീജിയർ റൂമിലാണ് നമ്മുടെ മൈനർ പ്രൊസീജിയേഴ്സ് എല്ലാം കണ്ടക്ട് ചെയ്യുന്നത്. ഇവിടെ വരുന്ന പേഷ്യൻസിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ മെൻഷൻ ചെയ്യുന്നു. അതിനുശേഷം ഡ്രസ്സിങ്, സൂച്ചറിങ്, കത്തീറ്ററൈസേഷൻ, കത്തീറ്റർ റിമൂവൽ, അതുപോലെ സ്പ്ലിൻ്റ് ആപ്ലിക്കേഷൻ, ഗ്യാസ്ട്രോ ലാവേജിനുള്ള സെറ്റ്, ബ്ലഡ് സ്പില്ലേജിനുള്ള സെറ്റൊക്കെ ഈ റാക്കുകളിലാണ് കീപ്പ് ചെയ്തിട്ടുള്ളത്. അതുപോലെ പാപ്സ്മിയറിനുള്ള കിറ്റുണ്ട്. പിന്നീട് സൈഡിൽ നമ്മൾ റാക്കുകളിലായിട്ട് ഷെൽഫുകളിൽ നമ്മുടെ സൂച്ചറിങ് മെറ്റീരിയൽ, അതുപോലെ ലിഗ്നോക്കെയിൻ പോലുള്ള മെഡിസിൻസ്, മറ്റ് സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം കീപ്പ് ചെയ്യുന്നു. പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് ഒരു അക്വേറിയമാണ്. അക്വേറിയത്തിൻ്റെ സൈഡിൽ നമുക്ക് ലൈബ്രറി സെറ്റപ്പാണ് ചെയ്തിരിക്കുന്നത്. വുഡൻ രീതിയിൽ ചെയ്തിരിക്കുകയാണ്. ഇതിൽ അത്യാവശ്യം കുറച്ച് മാഗസിൻസും കാര്യങ്ങളും പേഷ്യൻസിന് വിസിറ്റേഴ്സ് ലോഞ്ചിൽ വെയിറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് പിന്നീട് നമ്മൾ കാണുന്നത് വൂണ്ട് വാഷിംഗ് ഏരിയയാണ്. പട്ടി, പൂച്ച മുതലായ ഏതെങ്കിലും മൃഗങ്ങൾ കടിച്ചെത്തുന്ന പേഷ്യൻസിനെ നമ്മൾ 20 മിനിറ്റ് ഈ ഏരിയയിൽ വൂണ്ട് വാഷിംഗ് നടത്തിക്കും. അതിന് വേണ്ടിയിട്ട് മിറർ, ഫോസെറ്റ്, സോപ്പ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൺസൾട്ടേഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങിയ പേഷ്യൻ്റ് ഫാർമസിയിലെത്തുന്നു. ഇവിടെ ടോക്കൺ നമ്പർ കാണിച്ചാൽ പ്രിസ്ക്രിപ്ഷൻ ലഭിക്കും. സൈഡിൽ കാണുന്ന ബ്രസ്റ്റ് ഫീഡിംഗ് റൂമാണ്. OP3യും കാണിച്ചിട്ടുണ്ട്. OP3യിലാണ്. ഇത് ORT കോർണറാണ്. ഇവിടെ ORS ലൈനിയും ഒപ്പം സിങ്കും ടാബ്ലറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. OP3യിലാണ് മാസത്തിലെ 3ാമത്തെ വ്യാഴാഴ്ച എത്തുന്ന ഒപ്റ്റോമെട്രിസ്റ്റ് കൺസൾട്ടേഷൻ നടത്തുക. ശേഷം താഴോട്ട് മൂവ് ചെയ്യുമ്പോൾ കാണുന്ന ഒബ്സർവേഷൻ റൂമാണ്. ഒബ്സർവേഷൻ റൂമിൻ്റെ ഫസ്റ്റ് തന്നെ നേഴ്സ് സ്റ്റേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. നേഴ്സ് സ്റ്റേഷനിൽ എത്തുന്ന പേഷ്യൻറ്റിന് ടോക്കൺ നമ്പർ അനുസരിച്ച് നമുക്ക് സിസ്റ്റത്തിൽ ഹെൽത്ത് ആയതുകൊണ്ട് തന്നെ പേഷ്യൻറ്റിന് ഏത് മെഡിസിനാണ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളതെന്ന് അറിയാൻ കഴിയും. അതിനുശേഷം സൈഡിൽ ഇഞ്ചക്ഷൻ റൂമാണ് കാണിക്കുന്നത്. ഇഞ്ചക്ഷൻ റൂമിലാണ് നമ്മൾ മെഡിസിൻസ് ഇഞ്ചക്ഷൻസ് ആയിട്ടും നെബുലൈസേഷൻസ് ആയിട്ടും അഡ്മിനിസ്റ്റർ ചെയ്യുക. ഒബ്സർവേഷൻ റൂമിൽ എത്തുന്ന പേഷ്യൻസിന് IV ഫ്ലൂയിഡ് ഉള്ളതനുസരിച്ച് നമ്മൾ പേഷ്യൻറ്റിനെ കാനുലൈസേഷൻ നടത്തി IV ഫ്ലൂയിഡ് സെറ്റ് ചെയ്ത് മുന്നിൽ കാണുന്ന ബെഡുകളിലാണ് ഒബ്സർവ് ചെയ്യുക. ഫസ്റ്റ് ബെഡ് എമർജൻസി പേഷ്യൻറ്റിനുള്ളതാണ്. ക്രാഷ് കാർട്ടും സൈഡിൽ കാണിച്ചിട്ടുണ്ട്. FHC ഉടുമ്പൻചോലയുടെ ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൽ ഒരുപാട് ഇൻഡോർ പ്ലാന്റ്സ് നമുക്ക് കാണാൻ കഴിയും. അവയെ വളരെ അധികം ശ്രദ്ധയോടുകൂടി പരിപാലിക്കുന്നുണ്ട്.
ഇനി മുന്നിൽ കാണുന്നത് സ്റ്റെറിലൈസേഷൻ റൂമാണ്. സ്റ്റെറിലൈസേഷൻ റൂമിലാണ് ഓട്ടോക്ലേവ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യേണ്ട ഇൻസ്ട്രുമെൻസും അതുപോലെ ഓട്ടോക്ലേവ് ചെയ്യേണ്ടി വരുന്ന കോട്ടൺ, ഗോസ്, പാഡ് മുതലായ ഡ്രസ്സിങ് മെറ്റീരിയൽസ് എല്ലാം ഇവിടെ ഓട്ടോക്ലേവ് ചെയ്ത് ഓട്ടോക്ലേവ്ഡ് ഐറ്റംസ് കീപ്പ് ചെയ്യേണ്ട അലമാരയിൽ നമ്മൾ കീപ്പ് ചെയ്യുന്നു. FHSCയുടെ കംപ്ലീറ്റ് ക്ലീനിങ്ങും 3 ബക്കറ്റ് സിസ്റ്റം ഉപയോഗിച്ചാണ് കണ്ടക്ട് ചെയ്തു വരിക. നമുക്കിവിടെ പല പല ലൈൻസ് കാണാനായിട്ട് പറ്റും ഫ്ലോറിൽ. ഈ ലൈൻസൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ട്രയേജ് ചെയ്ത പേഷ്യൻസിനെ അതാത് ലൈനിലൂടെ അതാത് പ്ലേസിൽ എത്തിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ആബു ബാഗ് പീഡിയാട്രിക്കിനുള്ളതും അഡൽറ്റിനുള്ളതും അതുപോലെ IV ക്യാനുള്ള എമർജൻസി ഡ്രഗ്സ്, അതുപോലെ ET ട്യൂബ്, IV ഫ്ലൂയിഡ്സ് ഇതെല്ലാം കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി സ്റ്റെയർ വഴി ഗ്രൗണ്ട് ഫ്ലോറിൽ എത്തുമ്പോൾ ഫസ്റ്റ് കാണുന്നത് ഇമ്മ്യൂണൈസേഷൻ എത്തുന്ന പേഷ്യൻസിനും പേരൻസിനും വേണ്ടി കഴിക്കുന്നതിന് ബ്രെഡും ടീയും സെറ്റ് ചെയ്തിട്ടുള്ള ലയൺസ് ക്ലബ്ബ് നമുക്ക് സ്പോൺസർ ചെയ്ത ഒരു സംവിധാനമാണ്. താഴത്തെ ഗ്രൗണ്ട് ഫ്ലോർ കംപ്ലീറ്റ് ആയിട്ടും പബ്ലിക് വിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ ഓഫീസ് സെഷൻ, ലബോറട്ടറി ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുള്ളത്. സൈഡിലെ മെയിൻ സെൻറ്റർ JHIയുടെയൊക്കെ റൂമുകളാണ്. താഴെയുള്ള പബ്ലിക് വിങ്ങിൻ്റെ റൂമുകളാണ് ഇനി കാണിച്ചിട്ടുള്ളതെല്ലാം. പാലിയേറ്റീവ് കെയർ റൂം അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ പബ്ലിക് ഹെൽത്ത് നഴ്സിൻ്റെ റൂം, ഇമ്മ്യൂണൈസേഷൻ റൂം, ഹെൽത്ത് ഇൻസ്പെക്ടറുടെ റൂം, ജങ്ക് മെറ്റീരിയൽസ് കീപ്പ് ചെയ്യുന്ന റൂമുണ്ട്. അതുപോലെ പബ്ലിക് ഹെൽത്ത് നഴ്സസ് JPHമാരുടെ സെപ്പറേറ്റ് റൂമും ഉണ്ട്. ഈ ഏരിയയിലാണ് ഉള്ളത്. എഗെയിൻ ഫസ്റ്റ് ഫ്ലോറിൽ വന്നിട്ട് സെക്കൻഡ് ഫ്ലോറിലേക്ക് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ സ്ഥാപനത്തിന് ഏറ്റവും മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള കോൺഫറൻസ് ഹാളാണ്. കോൺഫറൻസ് ഹാൾ എത്ര ആളുകൾക്ക് വേണമെങ്കിലും ഇരിക്കാനും അതുപോലെ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യാനും പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാനുമുള്ള അത്രയും നല്ലൊരു സെറ്റപ്പാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് മൈക്കും കാര്യങ്ങളും എല്ലാം ഓൾറെഡി അവൈലബിൾ ആണ്. മുന്നോട്ട് മൂവ് ചെയ്യുമ്പോൾ ഒരുപാട് റൂംസ് സെപ്പറേറ്റ് ചെയ്ത് തിരിച്ച് അങ്ങനെ റൂമുകൾ അവൈലബിൾ ആണ്. ഈ റൂമുകളിൽ IUD റൂമുണ്ട്, അതുപോലെ ജങ്ക് കീപ്പ് ചെയ്യുന്ന റൂമുണ്ട്, വാഷിംഗ് ഏരിയ ഉണ്ട്. വാഷിംഗ് ഏരിയയിൽ വാഷിംഗ് മെഷീൻ കീപ്പ് ചെയ്തിട്ടുണ്ട്. വാഷിംഗ് മെഷീനിൽ വാഷ് ചെയ്ത് നമ്മുടെ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെയാണ് നമ്മൾ കീപ്പ് ചെയ്യുക. അത് ഡ്രൈ ചെയ്തതിന് ശേഷമാണ് അത് മറ്റ് റൂം കബോർഡ്സിലോട്ട് നമ്മൾ ചേഞ്ച് ചെയ്യുക. ഇവിടെ ബ്ലീച്ചിങ് ലൈൻ പ്രിപ്പയർ ചെയ്യുന്ന സ്ഥലമാണ്. ബ്ലീച്ചിങ് ലൈനീസ് ഓരോ ദിവസവും ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് അതിൻ്റെ പോളിസി പ്രകാരം തന്നെ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് എല്ലാം മോർണിംഗിലും വെക്കുന്നതാണ്. ഇനി കാണിക്കുന്നത് നഴ്സിംഗ് സ്റ്റോറാണ്. നഴ്സിംഗ് സ്റ്റോറിൽ നമ്മുടെ മറ്റ് നഴ്സിംഗുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇൻസ്ട്രുമെൻസും കാര്യങ്ങളും നമുക്ക് സ്റ്റോക്ക് കീപ്പ് ചെയ്യുന്നതിനുള്ള ഏരിയയാണ്. സ്റ്റാഫ് ചേഞ്ച് റൂമും തുടർന്ന് കാണാൻ പറ്റും. ഇനി നമ്മൾ കാണുന്നത് പുറത്തോട്ട് ഇറങ്ങിയിട്ടുള്ള വ്യൂ ആണ്. സ്ഥാപനത്തിൻ്റെ സൈഡിൽ ഒരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റിലൂടെയാണ് ഓപ്പൺ ജിമ്മിലേക്കുള്ള റൂട്ട് കാണിച്ചിരിക്കുക. പൊതുജനത്തിൻ്റെ സൗകര്യാർത്ഥമാണ് ഓപ്പൺ ജിമ്മ് തുറന്നു കൊടുത്തിട്ടുള്ളത്. ഒരുപാട് ചെടികളും പൂക്കളും നിറഞ്ഞ ശാന്തസുന്ദരമായ അന്തരീക്ഷമാണ് ഉടുമ്പൻചോല കുടുംബാരോഗ്യ കേന്ദ്രത്തിനുള്ളത്. ടൗണിൽ തന്നെ മെയിൻ റൂട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥാപനത്തിൻ്റെ സൈഡ് വ്യൂവിൽ വളരെ മനോഹാരിതയേറിയ ഒരു അന്തരീക്ഷമാണ് ഉള്ളത്. മുന്നോട്ട് മൂവ് ചെയ്യുമ്പോൾ ഡയാലിസിസ് യൂണിറ്റാണ് നമ്മൾ കാണുക. നിലവിൽ ഡയാലിസിസ് യൂണിറ്റ് ഇവിടെ പ്രവർത്തന സജ്ജമല്ല. എന്നിരുന്നാൽ പോലും ഇൻഫ്രാസ്ട്രക്ചർ അതിന് വേണ്ട രീതിയിൽ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. കായകൽപ്പിൻ്റെ ഭാഗമായി ഒരുപാട് ചെടികളും ഔഷധ സസ്യങ്ങളും ഇവിടെ നട്ടുവളർത്തുന്നുണ്ട്. മേൽപ്പറഞ്ഞ ചെടികളുടെയും സസ്യങ്ങളുടെയും സംരക്ഷണം പൂർവാധികം ശക്തമായി സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലവിൽ സ്ഥാപനത്തിനുള്ളത്. ഓപ്പൺ ജിമ്മിൻ്റെ പ്രവർത്തന സമയം രാവിലെ 5:30 മുതൽ 8 വരെയും വൈകുന്നേരം 5 മുതൽ 7 വരെയുമാണ്. ജിമ്മിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള പലതരം എക്സസൈസ് മെഷീൻസാണ് ഇവിടെ കാണുന്നത്. പൊതുജനങ്ങൾ വളരെയധികം സന്തോഷത്തോടെയും ഉത്സാഹത്തോടെയും ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ഒപ്പം CCTV വിഷ്വൽസും അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ വളരെ പ്രൊട്ടക്റ്റീവായിട്ടുള്ളൊരു എൻവയോൺമെൻറ്റിലാണ് ഈ ജിമ്മ് സ്ഥിതി ചെയ്യുന്നത്. ബയോമെഡിക്കൽ വേസ്റ്റ് കീപ്പ് ചെയ്യുന്ന ഏരിയയാണിത്. 24 hour ആംബുലൻസ് സർവീസ് നമുക്ക് അവൈലബിൾ ആണ്. ഒപ്പം ഇവിടെ മാസത്തിലെ 3-ാമത്തെ വ്യാഴാഴ്ച ഒപ്റ്റോമെട്രിസ്റ്റ് അവൈലബിൾ ആണ്.
FHSCയിലെ ക്ലറിക്കൽ സെക്ഷനും മെഡിക്കൽ ഓഫീസറുടെ റൂമും ഗ്രൗണ്ട് ഫ്ലോറിലാണ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്.